മൂവാറ്റുപുഴ നഗര റോഡ് വികസനത്തിന്റെ ഭാഗമായി അരമനപ്പടിയിൽ നിർമ്മിക്കുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രം അശാസ്ത്രീയമാണെന്ന ആരോപണവുമായി നഗരസഭാ കൗൺസിലർ KS ജയകൃഷ്ണൻ നായർ രംഗത്ത്. വലിയ തിരക്കുള്ള അരമനപ്പടിയിൽ U-ടേൺ എടുക്കുന്ന സ്ഥലത്താണ് ഇത്തരത്തിൽ അശാസ്ത്രീയമായ രീതിയിൽ വെയിറ്റിംഗ് ഷെഡ് നിർമ്മിക്കുന്നതെന്ന ആരോപണമാണ് ജയകൃഷ്ണൻ നായർ ഉന്നയിക്കുന്നത്. ഏറെ കാത്തിരിപ്പിനു ശേഷം മൂവാറ്റുപുഴ നഗര റോഡ് വികസനം അന്തിമഘട്ടത്തിലേക്ക് കടക്കുന്ന സാഹചര്യത്തിലാണ് അരമനപ്പടിയിൽ നിർമ്മിക്കുന്ന വെയിറ്റിംഗ് ഷെഡിനെതിരെ ഗുരുതര ആരോപണവുമായി നഗരസഭാ കൗൺസിലർ KS ജയകൃഷ്ണൻ നായർ രംഗത്തെത്തിയിരിക്കുന്നത്. വളരെ തിരക്കുള്ള അരമനപ്പടിയിൽ നിർമ്മിക്കുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രം അശാസ്ത്രീയമാണെന്ന ആരോപണമാണ് ജയകൃഷ്ണൻ നായർ ഉന്നയിക്കുന്നത്. നഗരത്തിൽ 1-2 സ്ഥലത്ത് മാത്രമാണ് U-ടേൺ എടുക്കുന്നതിനുള്ള സംവിധാനം ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ U-ടേൺ എടുക്കുന്ന സ്ഥലത്ത് തന്നെയാണ് അശാസ്ത്രീയമായ രീതിയിൽ വെയിറ്റിംഗ് ഷെഡ് നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനാൽ തന്നെ U-ടേൺ എടുക്കുന്ന സമയത്ത് ആളുകൾ ബസ്സിൽ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് വലിയ അപകടങ്ങൾക്ക് വഴിവെക്കും. ബസ്സുകൾ നിർത്തിയിട്ടിരിക്കുന്ന സമയത്താണ് വാഹനങ്ങൾ U-ടേൺ എടുക്കുന്നതെങ്കിൽ അപകടങ്ങളുടെ വ്യാപ്തി വർദ്ധിക്കുന്നതിനും സാധ്യതയുണ്ടെന്നും ജയകൃഷ്ണൻ നായർ പറയുന്നു. നിങ്ങൾക്ക് ആർക്ക് വന്ന് നോക്കിയാലേ അറിയാം, നമ്മുടെ PO ജംഗ്ഷന്റെ സെൻട്രൽ മാളിന്റെ ഫ്രണ്ടില് U-ടേൺ തിരിയുന്നതിന്റെ ഭാഗത്ത് തന്നെ ഒരു ബസ് സ്റ്റോപ്പ് നിർമ്മിക്കുകയാണ്. ആ ബസ് സ്റ്റോപ്പിന്റെ 2 കാലും വന്നിരിക്കുന്നത് ഫുട്പാത്തിന്റെ സ്ലാബയിലാണ് വന്നിരിക്കുന്നത്. നിലവിൽ U-ടേൺ തിരിയുമ്പോൾ അവിടെ വണ്ടി നിർത്തിയതിനു ശേഷമാണ് U-ടേൺ തിരിയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ വരുമ്പോൾ തന്നെ അവിടെ അതിനോട് ചേർന്ന് തന്നെ ബസ് സ്റ്റോപ്പ് ഒരുപാട് ബസ്സും കൂടി നിർത്തിക്കഴിഞ്ഞാൽ വരുന്ന ബസ്സുകളെല്ലാം ട്രാഫിക് ബ്ലോക്ക് ആകുകയും അപകടമുണ്ടാവാനുള്ള സാധ്യത ഏറെയുമാണ്. അതാണ് തുടക്കത്തിലെ തന്നെ ഞാൻ അതിനൊരു പ്രതിഷേധവുമായി വന്നിരിക്കുന്നത്. അശാസ്ത്രീയമായി ഈ രീതിയിലുണ്ടാകുന്ന പ്രവർത്തികൾ അത് ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാണ്. ബന്ധപ്പെട്ട മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് ഞാൻ ഇന്ന് തന്നെ പരാതി കൊടുക്കുന്നുണ്ട്. കാരണം ഇത് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല. കാരണം നാളെ ടൗണിൽ വലിയൊരു അപകടം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ നിലവിലുള്ളത്. വളരെ കുറച്ച് വീതിയിൽ മാത്രം നിർമ്മിച്ചിട്ടുള്ള ഫുട്പാത്തിലാണ് ഇതേ വെയിറ്റിംഗ് ഷെഡിന്റെ തൂണുകൾ ഉറപ്പിച്ചിരിക്കുന്നത്. ഇത് കാൽനടയാത്രക്കാർക്കും വലിയ ദുരന്തമായിരിക്കും ഉണ്ടാക്കുക. ഇത്തരത്തിൽ ഫുട്പാത്ത് കയ്യേറി കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കുന്നത് മൂലം കാൽനടയാത്രക്കാർക്ക് വീണ്ടും റോഡിൽ കൂടി ഇറങ്ങി നടക്കേണ്ട സാഹചര്യമുണ്ടാകും. ഇത് അപകടത്തിന് കാരണമാകുമെന്ന് ജയകൃഷ്ണൻ നായർ പറയുന്നു. വെയിറ്റിംഗ് ഷെഡ് ഇവിടെ നിന്ന് മാറ്റി അപകടരഹിതമായ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ഉദ്യോഗസ്ഥർക്ക് നിവേദനം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. Omania Mobiles, AM Road, Perumbaur, PO Junction, Muvatupuzha, near Amphitheatre, Kodamangalam, near St. Peter's, Kolanjeri, Kidakkambalam Road, Pattimattam, Panasiyam Road, Odakali.